ഹായ് നമസ്കാരം എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്കിനി വരാൻ പോകുന്ന LDC പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 1 ഭാഗമാണ് നമ്മൾ പറയുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസർവ് ബാങ്ക് നമുക്ക് ഒരു 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 4 പ്രസ്താവനകൾ നമുക്ക് ഏതെന്ന് നോക്കാം. ഈ 4 പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. 2, റിസർവ് ബാങ്ക് ഗവർണർ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. മൂന്നാമത്തെ പ്രസ്താവന റിസർവ് ബാങ്ക് ഗവർണർ തന്റെ സ്വാഭാവിക അധികാരം RBI ആക്ടിൽ നിന്നും എടുക്കുന്നു. അതാണ് മൂന്നാമത്തെ സെന്റൻസ്. നാലാമത്തത് കേന്ദ്ര സർക്കാരിന്റെ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നു. വളരെ സിമ്പിൾ ചോദ്യമാണ്. നന്നായിട്ട് ഈ ടോപ്പിക്ക് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒന്നും അറിയാത്ത ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. ശകലം ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എലിമിനേഷൻ ടെക്നിക്കുകൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പം ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ചിലപ്പോൾ ഇതിനകത്തൊരു സംശയം തോന്നിയിരിക്കാം. റിസർവ് ബാങ്ക് ഗവർണർ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണോ പ്രസിഡന്റ് ആണോ എന്നൊക്കെ നമുക്ക് ചെറിയൊരു സംശയം തോന്നാം. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തൽക്കാലം നമുക്ക് പിന്നീട് പരിഗണിക്കാം. നമുക്ക് മൂന്നാമത്തേലേക്ക് പോവാം. റിസർവ് ബാങ്ക് ഗവർണർ തന്റെ സ്വാഭാവിക അധികാരം RBI ആക്ടിൽ നിന്നും എടുക്കുന്നു. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 100% ശരിയാണ്. അപ്പോൾ RBI ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നത് RBI ആണ്. ഈ സെന്റൻസ് പൂർണ്ണമായിട്ടും തെറ്റാണ്. അത് നമുക്കറിയാം. 100% നമുക്ക് തെറ്റാണ്. അപ്പൊ മറ്റേ ബി ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും തെറ്റുത്തരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് ശരിയാണ്. അപ്പൊ റിസർവ് ബാങ്ക് ഗവർണർ നിയമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. റിസർവ് ബാങ്ക് ഗവർണർ തന്റെ സ്വാഭാവിക അധികാരം RBI ആക്ടിൽ നിന്നും എടുക്കുന്നു. അപ്പൊ ശരിയായ ഉത്തരം, അതായത് തെറ്റായ പ്രസ്താവന ഡി ആണ്. ഓക്കെ, നമുക്കിനി റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചില മുൻ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് നോക്കാം. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി 935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നു. അപ്പം 1934 ഡേറ്റ് ഓർത്ത് വെക്കുക. 34 ആക്ട് വരുന്നു. 35 എന്ത് ചെയ്യുന്നു? ഇത് RBI നിലവിൽ വരുന്നു. നോക്കാം. നിലവിൽ വരുന്ന സമയത്ത് ഇതിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. സെൻട്രൽ ഓഫീസ് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. പിന്നീട് 1937 അത് എങ്ങോട്ടേക്ക് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. അപ്പൊ ആ ഇയറും കൂടെ നോക്കിക്കോ. 1937 ബോംബെ. ഓക്കെ, അങ്ങനെ ആക്കാം. അടുത്തത് ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 നാഷണലൈസ്ഡ് ആക്കി. ഓക്കെ, ഇത്രയാണ് 34, 35, 37, 49 ഇത്രയും വർഷങ്ങൾ നോക്കി വെച്ചോളുക. അടുത്ത പോയിന്റ് നോക്കാം. ഡോക്ടർ അംബേദ്കർ തന്റെ ഒരു പുസ്തകത്തിന്റെ പേരാ പറഞ്ഞിരിക്കുന്നത് ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വികസിപ്പിച്ച തന്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് RBI എന്ന് പറയുന്ന ആശയം രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ RBI ആയിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് അംബേദ്കറിന്റെ ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കൊരു കമ്മീഷനെ പരിചയപ്പെടാം. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷനാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ചോദ്യം വരാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷൻ ഏതാണ്? അത് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. അല്ലെങ്കിൽ മറ്റൊരു പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്മീഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി അടുത്തൊരു പ്രസ്താവന ചോദ്യം തന്നെയാണ്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന വ്യക്തിഗത ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ്. രണ്ടാമത്തെ പ്രസ്താവന പോസ്റ്റ് ഓഫീസ് സേവിങ്സ്. 3 നിക്ഷേപം വിറ്റഴിക്കുന്നു. 4 സ്പെക്ട്രം വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം.
4 പ്രസ്താവന തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. മുകളിൽ പറഞ്ഞവയിൽ എത്ര എണ്ണം സർക്കാരിന്റെ റവന്യൂ റെസീറ്റുകൾക്ക് കീഴിൽ, റവന്യൂ രസീതിന് കീഴിൽ തരംതിരിക്കാം എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ബജറ്റ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 4 ഹെഡിങ്ങുകളാണ്: റവന്യൂ റെസീറ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ 4 ഹെഡിങ്ങുകളും ഈ 4 ടോപ്പിക്കുകളും വൃത്തിയായിട്ട് പഠിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് റവന്യൂ റെസീറ്റ് എന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് റവന്യൂ റെസീറ്റ്? റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനം, ഒരു ബിസിനസിന്റെയോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനത്തിന്റെ പതിവ് പ്രവർത്തനങ്ങളിൽ നിന്ന് നേടിയ വരുമാനത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഡെയിലി എന്ത് ഓപ്പറേഷൻ ആണ് അവർ ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഒരു സർക്കാർ സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിരന്തരമായി ലഭിക്കുന്ന പൈസ, അതാണ് എന്തെന്ന് പറയുന്ന റവന്യൂ റെസീറ്റ്. ഒന്നുകിൽ എല്ലാ മാസവും ലഭിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ലഭിക്കുന്ന വരുമാനത്തെ നമ്മൾ റവന്യൂ റെസീറ്റ് എന്ന് പറയുക. ഇത് ഒന്നാമത്തെ കണ്ടീഷൻ, ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റവന്യൂ റെസീറ്റ് സ്ഥിരമായിട്ട് ലഭിക്കുന്നു, ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊരു ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ്, ഇത് റെക്കറിംഗ് ആണ്, ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് റവന്യൂ റെസീറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇതിൽ ഏതൊക്കെ വരുമാനം ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നത്, ആവർത്തിച്ച് വരുന്നത്, തിരിച്ചടയ്ക്കേണ്ടാത്തത് ഒക്കെ വരുന്നതാണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ വരുമാനങ്ങളും എന്താണ്? റവന്യൂ റെസീറ്റ് ആണ്. അത് 2 തരത്തിലുണ്ട്. നികുതി എന്ന് പറയുന്ന റവന്യൂ റെസീറ്റ് ഉണ്ട്, അതുപോലെ നികുതി ഇതര ഉറവിടങ്ങൾ എന്ന് പറയുന്നതും ഉണ്ട്. അപ്പൊ നികുതി, ടാക്സ്, നോൺ ടാക്സ്. ഓക്കെ, നികുതി 2 തരത്തിലുണ്ട്: ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. അത് പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. ഓക്കെ, നികുതി ഇതര ഉറവിടങ്ങൾ: ലാഭം, പലിശ, ലാഭവിഹിതം. അപ്പൊ ഓർത്തു വെച്ചോളൂ, റവന്യൂ റെസീറ്റ് സ്ഥിരമായിട്ട് വരുന്നതാണ്, ആവർത്തിച്ച് വരുന്നതാണ്, ഗവൺമെന്റ് തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. അത് 2 തരത്തിലുണ്ട്: നികുതിയിൽ നിന്നുള്ള വരുമാനമുണ്ട്, നികുതി ഇതര വരുമാനമുണ്ട്. നമുക്കിനി ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്ന് പറയുന്നത് നോക്കുക, വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. ഒരു വ്യക്തി അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ഒരു നിശ്ചിത തുക ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇത് സ്ഥിരമായിട്ട് കൊടുക്കേണ്ടതാണ്, എല്ലാ മാസവും കൊടുക്കേണ്ടതാണ്. സോ ഇതെന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് റവന്യൂ റെസീറ്റ് ആണ്. ഓക്കെ. 2, പോസ്റ്റ് ഓഫീസ് സേവിങ്സ്. അതായത് പോസ്റ്റ് ഓഫീസ് മുഖേന ഒരു വ്യക്തി സേവിങ്സ് കീപ്പ് ചെയ്യുന്നതിനാണ് പോസ്റ്റ് ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പൈസ സർക്കാരിലേക്കാണ് പോകുന്നത് എങ്കിൽ തന്നെയും സർക്കാർ ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതൊരു റവന്യൂ റെസീറ്റ് അല്ല. അടുത്തത്, നിക്ഷേപം വിറ്റഴിക്കുന്നു. നിക്ഷേപം വിറ്റഴിക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇംഗ്ലീഷ് പറയും. അതായത് സർക്കാരിന്റെ ഒരു വരുമാന സ്രോതസ്സിനെ വിറ്റിട്ട് പൈസ ആക്കുന്നു. ഇത് ഒരു സ്ഥാപനം വിറ്റതിന് ശേഷം കിട്ടുന്നതാണ്. അതെന്ന് പറയുന്നത് എന്തല്ല? അത് റവന്യൂ റെസീറ്റ് അല്ല. അതുപോലെ തന്നെ സ്പെക്ട്രം വിൽപ്പനയിൽ നിന്ന് നമ്മളുടെ ഒരു അസറ്റ് വിറ്റതിന് ശേഷം കിട്ടുന്ന പൈസയാണ് സ്പെക്ട്രം വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത്. അതും റവന്യൂ റെസീറ്റ് അല്ല. അപ്പൊ ആകെ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റവന്യൂ റെസീറ്റ് ആയിട്ട്. സോ ഓപ്ഷൻ എ only 1 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ഓർത്ത് വെച്ചുകൊള്ളുക, പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ, അതായത് നമ്മളുടെ എക്കണോമിയിൽ, ഇന്ത്യൻ എക്കണോമിയിൽ പൈസ, ക്യാഷിന്റെ സർക്കുലേഷനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മമാണ് എക്കണോമിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന കറൻസി, അല്ലെങ്കിൽ എത്ര രൂപ അത് പണപ്പെരുപ്പം ഉണ്ടായാൽ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുക, പണച്ചുരുക്കം ഉണ്ടായാൽ ബാലൻസ് ചെയ്യുക. ഇത് ആരുടെ ധർമ്മമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മമാണ്. അപ്പൊ അതിനുവേണ്ടി ചില ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിന് പറയുന്ന പേരാണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്നാ പറയുക. അതായത് നമ്മുടെ ഇക്കണോമിയിലെ പൈസ, ക്യാഷിന്റെ വരവിനെയും അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന് പറയുന്ന പേരാണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ പണനയ ഉപകരണങ്ങൾ എന്ന് പറയും. പണനയ ഉപകരണങ്ങൾ എന്ന് പറയും. അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഒന്നാമത്തത് നമ്മൾ റീപ്പോ റേറ്റ്. ഓക്കെ, രണ്ടാമത്തത് റിവേഴ്സ് റീപ്പോ റേറ്റ്. ഓക്കെ, മൂന്നാമത്തത് CRR, നാലാമത്തത് SLR, അഞ്ചാമത്തത് ബാങ്ക് റേറ്റ്.
ഓക്കെ, ബാങ്ക് റേറ്റ്. ഓക്കെ, അടുത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പോളിസീസ് എന്ന് പറയും. അപ്പൊ ഇത്രയാണ് അതിനകത്ത് വരുന്ന റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ റേറ്റ്, CRR, SLR, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പോളിസീസ് എന്ന് പറയും. അപ്പൊ നമുക്ക് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തത് എന്ന് പറയുന്നത് ബാങ്ക് നിരക്ക് ഉണ്ടല്ലോ, ബാങ്ക് നിരക്ക് ഉണ്ട്. വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, അതായത് CRR ഉണ്ട്, SLR ഉണ്ട്. അടുത്ത തുറന്ന വിപണി പദ്ധതികൾ, അതായത് ഓപ്പൺ മാർക്കറ്റ്, അപ്പം അതും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ശരിയാണ്. ഇത് മൂന്നും, ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. സോ എല്ലാം ശരിയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക. നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യമാണ് ചേരുംപടി ചേർക്കുക. ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ വലത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം ഇവിടെ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്നത് പദ്ധതികളാണ്. പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് ആണ്. ഓക്കെ, പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്ക് നോക്കാം, ഒന്നാം പദ്ധതി, രണ്ടാം പദ്ധതി. ഒന്നാം പദ്ധതി നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അടിസ്ഥാന വ്യവസായങ്ങളുടെ വിപുലീകരണം. നാലാം പദ്ധതി മിനിമം നീഡ്സ് പ്രോഗ്രാം. അഞ്ചാം പദ്ധതി സ്വാശ്രയത്വത്തിന്റെ നേട്ടവും സ്ഥിരതയോടെയുള്ള വളർച്ചയും. നമുക്ക് നോക്കാം, നമുക്കറിയാം ഒന്നാമത്തെ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പദ്ധതിയാണ് എന്ത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, രണ്ടാമത്തെ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? രണ്ടാമത്തെ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണമാണ്. അപ്പം എന്താണ് A2 B1, A2ഉം B1ഉം വരുന്ന ആൻസർ മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പൊ ബാക്കിയുള്ള എല്ലാം കട്ട് ചെയ്തേക്ക്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ സെലക്ട് ചെയ്യേണ്ടത് BCD. ഇതിൽ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമായിരിക്കും ആൻസർ. അടുത്തത് നമുക്കൊരു മൂന്നാം പദ്ധതിയുടെ ലക്ഷ്യം നോക്കാം. അതിലുപരി നമുക്ക് ഈസി ആയിട്ടുള്ള നാലാം പദ്ധതി നോക്കാം. നാലാം പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്വാശ്രയത്വത്തിന്റെ നേട്ടവും. നമുക്കറിയാം, അടുത്ത് നോക്ക്, ഇതെല്ലാം സെയിം ആ. A2, B1, C3. അപ്പം C വരെ നമുക്ക് ശരിയാണ് അല്ലെ? C എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാന വ്യവസായങ്ങളുടെ വിപുലീകരണം എന്ന് പറയുന്നത് മൂന്നാം പദ്ധതിയുടെ C3 ആണ്, നമുക്കറിയാം. അടുത്ത D ആണ് നമുക്ക് വ്യത്യസ്തമായിട്ട് വരുന്നത്. ഡിയിൽ നമുക്ക് നോക്കാം, നാലാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? നാലാം പദ്ധതി ലക്ഷ്യമാണ് സ്വാശ്രയത്വത്തിന്റെ നേട്ടവും സ്ഥിരതയോടെയുള്ള വളർച്ചയും. D5. അപ്പൊ D5 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ സി നമുക്ക് കട്ട് ചെയ്തേക്കാം. സിയും കട്ട് ചെയ്ത്, എയും കട്ട് ചെയ്ത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ബി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, അപ്പം ഡി കഴിഞ്ഞു. നമുക്ക് ഇ നോക്കാം. അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം നോക്കൂ, അതാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം. മിനിമം നീഡ്സ് പ്രോഗ്രാം വരുന്നത് ഏതിനകത്താണ്? അഞ്ചാം പദ്ധതിയിലാണ്. അപ്പം E4 വരുന്നത് നോക്കാം. E4 വരുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. A എന്ന് പറയുന്ന ആദ്യ പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. A2 ബി എന്ന് പറയുന്ന രണ്ടാം പദ്ധതി, അത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം. സി എന്ന് പറയുന്ന മൂന്നാം പദ്ധതി അടിസ്ഥാന വ്യവസായങ്ങളുടെ വിപുലീകരണം. അടുത്ത ഡി എന്ന് പറയുന്ന നാലാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സ്വാശ്രയത്വത്തിന്റെ നേട്ടവും സ്ഥിരതയോടെയുള്ള വളർച്ചയും. അടുത്തത് അഞ്ചാം പദ്ധതിയിലാണ് എന്ത് വരുന്നത്? മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതി വരുന്നത് അഞ്ചാം പദ്ധതിയിലാണ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യമാണ്, നമ്മളുടെ ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ലക്ഷ്യങ്ങളെ അതിന്റെ കാലക്രമം അനുസരിച്ച് ഒന്ന് തരംതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ സമഗ്ര വളർച്ച, 2 ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, കാർഷിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നമുക്കറിയാം, ഇതിനകത്ത് കാർഷിക വികസനം എന്ന് പറയുന്നത് ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യമാണ് അല്ലെ? അപ്പൊ ഇത് ഒന്നാമത് വരും. അപ്പം 3 എന്ന് പറയുന്നത് ഒന്നാമത് വരുന്ന ഏതൊക്കെയാണ്? എയില് വരുന്നുണ്ട്, ബിയില് വരുന്നുണ്ട്, ഡിയില് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സി ഒഴിവാക്കാമല്ലോ. ഇതിന് എലിമിനേഷൻ ടെക്നിക്കാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. രണ്ടാമത് ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, ഇത് രണ്ടാം പദ്ധതിയിലാണ് വരുന്നത്. അപ്പം
രണ്ടാമത്തെ 3-2 വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ 3-2 എയില് വരുന്നുണ്ട്, ബിയില് വരുന്നുണ്ട്, ഡിയില് വരുന്നില്ല. അപ്പൊ അത് കട്ട് ചെയ്ത് അപ്പൊ നമ്മുടെ ആൻസർ എയോ ബിയോ ആണ്. ഓക്കെ. അടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നമുക്കറിയാം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതിനകത്ത് വരുന്നത് അത് 5ാം പദ്ധതിയിലാണ് വരുന്നത്. ഇല്ലേ? 5ാം പദ്ധതിയിലാണ് എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരുന്നത്. അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് അല്ലേ വരുന്നത്? ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് അല്ലേ വരുന്നത്? അപ്പം ഇത് നമുക്ക് ലാസ്റ്റ് ഇട്ടേക്കാം. അപ്പൊ 4 ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? എ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആൻസർ ഒന്നുകൂടെ നോക്കാം, മനസ്സിലാക്കാം. സമഗ്ര വളർച്ച 3ാം പദ്ധതി, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം 2ാം പദ്ധതി, കാർഷിക വികസനം 1ാം പദ്ധതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പദ്ധതി. നമുക്ക് ആൻസർ എഴുതാമല്ലോ. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, A3 B2 എയില് 3-2-1-4. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇപ്പൊ ചോദ്യം ഇതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണെന്ന് നമുക്കറിയാം. 2ാമത്തെ എന്നാണ് ചോദ്യം. ഒന്ന് കൺഫ്യൂഷൻ അടിപ്പിക്കാൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 2020 ഏപ്രിൽ 1 വന്ന ബാങ്ക് ലയനം, അതായത് ബാങ്ക് മെർജിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ല മെർജിങ്ങിന് ശേഷം ഏതാണെന്നാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. ഒരു കൺഫ്യൂഷന് വേണ്ടി ആ സാധനം ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം ആൻസർ പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണ് ആൻസർ. 2ാമത്തെ പൊതുമേഖല, ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കിയേക്കാം ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ലയിച്ചതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ലയിച്ചതിന് ശേഷം വന്ന ബാങ്കുകളാണ് ഈ പറയുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്. ഈ 4 ബാങ്കുകൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഓക്കെ, കാരണം ഈ ബാങ്കിലേക്കാണ് മറ്റ് ബാങ്കുകൾ ലയിച്ചത്. അപ്പൊ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് OBC പ്ലസ് UBI. OBC പ്ലസ് UBI ഈസ് ഈക്വൽ ടു പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് മനസ്സിലാക്കുക. അപ്പം ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അടുത്തത് കാനറ ബാങ്കിലേക്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത്. സിൻഡിക്കേറ്റ് ബാങ്ക് ഇപ്പൊ ഇല്ല, കാരണം അത് എങ്ങോട്ടേക്ക് വന്നു? കാനറ ബാങ്കിലേക്ക് വന്നു. ഓക്കെ, അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ല കോർപ്പറേഷൻ ബാങ്കും ഏതിലേക്ക് ലയിച്ചു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്കിലേക്ക് അലഹബാദ് ബാങ്ക് ലയിച്ചു. അലഹബാദ് ബാങ്ക്, ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് ഇതെല്ലാം ലയിച്ച് മറ്റ് ബാങ്കുകളിലേക്ക് ചേരുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അലഹബാദ് ബാങ്ക് ലയിച്ചത് ഏത് ബാങ്കുമായിട്ടാണ്? അത് ഇന്ത്യൻ ബാങ്കുമായിട്ടാണ്. അപ്പൊ ലയനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചോളുക. അടുത്ത നമുക്ക് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ എന്തൊക്കെയാണ്? അതായത് നമുക്ക് 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉദാരവൽക്കരണം വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. അതായത് നിയന്ത്രണം ഒഴിവാക്കി, അതായത് എല്ലാവർക്കും വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റും. 2, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. മാർക്കറ്റിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പിൻവലിച്ചു. അപ്പൊ എല്ലാവർക്കും മാർക്കറ്റിലേക്ക് എത്താം, കമ്പോളത്തിലേക്ക് എത്താം. അടുത്ത 3-മത്തെ കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. പുറത്തു നിന്നുള്ള വിദേശ കമ്പനികൾക്ക് നമ്മുടെ നാട്ടില് ഇൻവെസ്റ്റ്മെന്റ് നടത്തി വളരാനുള്ള സൗകര്യം ഉണ്ടായി. അടുത്ത ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഉദാരവൽക്കരണം എന്താണെന്ന് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന്. എന്നാലും നമുക്ക് ഉദാരവൽക്കരണം ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ ചോദ്യത്തിലേക്ക് വരാം. ഉദാരവൽക്കരണം 91-ലാണ് വരുന്നത്. എന്താണ് ഉദാരവൽക്കരണം എന്ന് ചോദിച്ചാൽ സർക്കാർ നിയന്ത്രണങ്ങളിൽ നീക്കം ചെയ്യാനും ഇറക്കുമതി കയറ്റുമതി തീരുമാനങ്ങളിൽ ബിസിനസ്സുകാർക്ക് സ്വാതന്ത്ര്യം നൽകാനും ആരംഭിച്ചു. അതായത് സർക്കാർ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ നിയന്ത്രണം കുറച്ച് ലഘൂകരിച്ചു. അതാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരെണ്ണമുണ്ട് സ്വകാര്യവൽക്കരണം. അതായത് 91-ലെ ഈ പോളിസിക്ക് പറയുന്ന പേരാണ് LPG എന്ന് പറയുന്ന LPG. ഈ L എന്ന് വെച്ച് കഴിഞ്ഞാൽ
ലിബറലൈസേഷൻ. ഓക്കെ. പി എന്ന് വെച്ചാൽ പ്രൈവറ്റൈസേഷൻ. ഓക്കെ. ജി എന്ന് വെച്ചാൽ ഗ്ലോബലൈസേഷൻ. ഓക്കെ. അപ്പൊ ഈ മൂന്നെണ്ണമാണ് പോളിസി. അതാണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം. അപ്പൊ ഉദാരവൽക്കരണം വന്നപ്പോഴത്തേക്ക് നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. അടുത്ത സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് സർക്കാർ ഉടമസ്ഥതയിൽ നിന്നോ മാനേജ്മെന്റിൽ നിന്നോ സംരംഭങ്ങളുടെ സ്വകാര്യ മേഖല നിയന്ത്രണത്തിലേക്കുള്ള പരിവർത്തനം. അതായത് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് പ്രൈവറ്റ് വ്യക്തികൾക്ക് വിൽക്കുന്നതാണ് സ്വകാര്യവൽക്കരണം. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയായിട്ട് മെർജ് ചെയ്ത് അങ്ങനെ ലോകത്ത് ഒറ്റ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, ഉദാരവൽക്കരണമാണ്. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, ഉദാരവൽക്കരണമാണ്. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, എന്താണ്? ഉദാരവൽക്കരണമാണ്. ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടുന്നത് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമല്ല. അപ്പൊ നമുക്ക് 1, 2, 3 സെന്റൻസുകൾ ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വികസനത്തിന്റെ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. ആരാണ് നമ്മുടെ ധനകാര്യമന്ത്രി? മൻമോഹൻ സിംഗ് ആണ്. നരസിംഹറാവു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. നരസിംഹറാവു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. ഓക്കെ. അടുത്തത്, ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? നോക്കാം. ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യത്തെ സംയോജിത സ്റ്റീൽ പ്ലാന്റ് ആയ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. അതാണ് ഒന്നാമത്തെ സെന്റൻസ്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ, സേലം സ്റ്റീൽ പ്ലാന്റ് ഇന്ത്യയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രധാന നിർമ്മാതാക്കളാണ്. സേലം സ്റ്റീൽ പ്ലാന്റ്. മൂന്നാമത്തെ, മഹാരാഷ്ട്ര ഇലക്ട്രോസ് മെൽറ്റ് ലിമിറ്റഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഒരു ഉപസ്ഥാപനമാണ്. ഓപ്ഷൻ ഡി. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഇത്രയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് കാഴ്ചയിൽ. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ആൻസറിൽ എത്താൻ പറ്റും. നമ്മളുടെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ അല്ല, മറിച്ച് ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഓക്കെ. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല എന്ന് പറയുന്ന സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പം ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമുക്ക് ഈസി ആയിട്ട് ആൻസറിൽ എത്താൻ പറ്റും. നമുക്കിനി ചെറിയ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ജർമ്മനിയുടെ സഹകരണത്തോടെ ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ, അപ്പം റൂർക്കേല സ്ഥാപിക്കപ്പെട്ട സുന്ദർഗഡ് ജില്ലയിലാണ്. 1959 റൂർക്കേല സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ജർമ്മനിയുടെ സഹായമുണ്ട്. 59 സുന്ദർഗഡ് ജില്ലയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് കൽക്കരി ലഭിക്കുന്നത് ജാറിയയിൽ നിന്നാണ്. കൽക്കരി ലഭിക്കുന്നത് ആ ജാറിയ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അതുപോലെ തന്നെ സുന്ദർഗഡ്, കെന്ദുജാർ എന്നിവിടങ്ങളിൽ നിന്ന് ഇരുമ്പയിരും ലഭിക്കുന്നു. അപ്പം ഓരോ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടുന്ന നോക്കാം. ഇരുമ്പയിര് ലഭിക്കുന്നത് സുന്ദർഗഡ്, കെന്ദുജാർ ജില്ലകളിൽ നിന്നും. അതുപോലെ തന്നെ കൽക്കരി ലഭിക്കുന്നത് ജാറിയിൽ നിന്നും. അടുത്ത, ഹിരാക്കുഡ് പദ്ധതി വൈദ്യുത ചൂളകൾക്ക് വൈദ്യുതി നൽകുകയും, ഇപ്പൊ വൈദ്യുതി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഹിരാക്കുഡിൽ നിന്നാണ്. സംഘ്, കോയൽ നദികളിൽ നിന്ന് ജലം ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ. ഇത് മുൻ ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം എവിടെ നിന്നാണ് എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്നൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ നിങ്ങളൊന്ന് വായിച്ചു വെച്ചോളാം. അപ്പൊ ജർമ്മനിയുടെ സഹായമാണ് റൂർക്കേല, ഒഡീഷയിലാണ് റൂർക്കേല, പിന്നെന്താ സുന്ദർഗഡ് ജില്ലയിലാണ്, പിന്നെന്താണ് 59 സ്ഥാപിക്കപ്പെടുന്നത്. ഈ പ്ലാന്റിന് ജാറിയിൽ നിന്ന് കൽക്കരിയും സുന്ദർഗഡ്, കെന്ദുജാർ ജില്ലകളിൽ നിന്ന് അവിടെ നിന്ന് ഇരുമ്പയിരും ലഭിക്കുന്നു. ഓക്കെ. ഹിരാക്കുഡ് പദ്ധതിയിൽ നിന്നാണ് വൈദ്യുതി ലഭിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റു ചില ഇമ്പോർട്ടന്റ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. പ്ലാന്റുകളുടെ നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ. ഇത് ചെക്കോസ്ലോവാക്യയുടെ സഹായത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ചെക്കോസ്ലോവാക്യ, ഇപ്പോഴത്തെ ചെക്ക് റിപ്പബ്ലിക് എന്നൊക്കെ നമ്മൾ പറയും. സ്റ്റേറ്റ് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. 58 സ്ഥാപിക്കപ്പെടുന്നത് ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ. അടുത്ത ദുർഗാപൂർ ആണ്. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് അത് സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് ബംഗാളിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. അതും 59 .
അടുത്ത ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, അത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്, അതായത് ഇപ്പോഴത്തെ റഷ്യ, ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു, 55-ൽ സ്ഥാപിക്കപ്പെട്ടു. അടുത്ത ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്, ജാർഖണ്ഡിലാണ്, 64-ലാണ്. ഇത്രയും പ്ലാന്റുകളോട് ഓർത്ത് വെക്കുക. നമ്മൾ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ നമ്മൾ 3 പേരാണ് പറയുന്നത്, പക്ഷെ ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: കാലക്രമത്തിൽ പ്രസ്താവനകളെ എഴുതുക. അതായത് നമുക്ക് കുറച്ച് പ്രസ്താവന വന്നിട്ടുണ്ട്, ആ പ്രസ്താവനയെ എന്താണ്, അത് ഏത് വർഷമാണ് ആ ഒരു പ്രസ്താവനയുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം നടന്നത്, ഏത് വർഷമാണെന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ കാലക്രമത്തിലായി ഒന്ന് സെറ്റ് ചെയ്യാന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ദേശീയ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ രൂപീകരണം ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ, അതായത് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കപ്പെട്ടു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വിശ്വേശ്വരയ്യ പ്രസിദ്ധീകരിച്ച പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ, അദ്ദേഹത്തിന്റെ പുസ്തകം, വിശ്വേശ്വരയ്യയുടെ പുസ്തകം പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അടുത്ത മൂന്നാമത്തെ ബോംബെ പ്ലാൻ. നാലാമത്തെ ദേശീയ വികസന കൗൺസിലിന്റെ രൂപീകരണം, ദേശീയ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ വിശ്വേശ്വരയ്യയുടെ പുസ്തകം. ഇതിന് നമുക്ക് കാലം അനുസരിച്ച് എഴുതാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 1938-ലാണ് എന്ത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. അതുപോലെ വിശ്വേശ്വരയ്യ പുസ്തകം എഴുതിയത്, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതുന്നത് 1934-ലാണ്. അതുപോലെ ബോംബെ പ്ലാൻ നിലവിൽ വരുന്നത് 1944 ഓർ 1945. അടുത്ത ദേശീയ വികസന കൗൺസിൽ NDC രൂപം കൊള്ളുന്നത് 1952-ലാണ്. അപ്പൊ നമുക്കിനി പറയാനില്ല, ആദ്യം വരുന്നത് ഏതാണ്? വിശ്വേശ്വരയുടെ പുസ്തകമാണ്, അല്ലെ? 1934. അത് എത്രാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്? രണ്ടാമത്തെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആദ്യം വരുന്ന ഏതൊക്കെയാണ്? സിയും ഡിയും നമുക്ക് നോക്കണ്ട, എയും നോക്കണ്ട, ബിയും നോക്കണ്ട. അടുത്ത ഏതാണ് നമുക്ക് പറയുന്നത്? 38-ല് അടുത്ത സംഭവം എന്ന് വെച്ചാൽ 38-ല് ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ എന്ത് വരുന്നു? ദേശീയ ആസൂത്രണ സമിതി. അപ്പം 2. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ അല്ലേ അടുത്തത് വരുന്നത്? 21. അടുത്തത് പിന്നെന്താ സംഭവിക്കുന്നത്? ബോംബെ പ്ലാൻ 3. നാലാമത്തത് ദേശീയ വികസന കൗൺസിൽ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇയർ ഒന്ന് ഓർത്ത് വെച്ചോളുക, നമുക്ക് എങ്ങനെയും ചോദ്യങ്ങൾ വരാം. അടുത്ത ചോദ്യമാണ്, ഇനി പറയുന്ന ഇന്ത്യയിലെ ചില ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഈ പറയുന്ന കാലക്രമത്തിന്റെ അനുസരിച്ച് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI, അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ICICI എന്ന് പറയുന്നത് ബാങ്ക് അല്ല, ICICI ബാങ്ക് അല്ല, ഇത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അടുത്ത IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, NABARD. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനെ നമുക്ക് കാലക്രമത്തിലാണ് കൊടുക്കുന്നത്. IFCI രൂപീകരിക്കപ്പെടുന്നത് 1948-ലാണ്. 1948-ലാണ് IFCI രൂപീകരിക്കപ്പെടുന്നത്. അടുത്ത ICICI രൂപം കൊള്ളുന്നത് 1955-ലാണ്. അടുത്ത IDBI രൂപം കൊള്ളുന്നത് 1964-ലാണ്. NABARD രൂപം കൊള്ളുന്നത് 1982-ലാണ്. അപ്പൊ നാലാമത്തതാണ് ആദ്യം വരുന്നത്, അല്ലെ? അപ്പൊ നാലാമത്തെ NABARD ആണ് ഏറ്റവും അവസാനം രൂപം കൊള്ളുന്നത്. അവസാനം 4 വരുന്ന ഏതാണ്? നമുക്ക് നോക്കാം. മൂന്നാമത്തെ നോക്കാം. IDBI രൂപം കൊള്ളുന്നത് എന്നാണ്? 64-ല്. പിന്നെ രണ്ടാമത്തെ ഏതാണ്? ICICI 55-ല്. ഏറ്റവും ആദ്യം 1 IFCI രൂപം കൊള്ളുന്നത്. ഇയർ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത്. അറ്റ്ലീസ്റ്റ് 2 ഇയർ ഒക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് തെറ്റിയിരുത്തി നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും.
അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ആരാണ് ഒരിക്കലും RBIയുടെ ഗവർണർ അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആ സ്ഥാനത്തേക്ക് വരാത്ത ആൾക്കാരെ നമുക്ക് നോക്കാം. ബിമൽ ജലാൻ, നമ്മൾ കേട്ടിട്ടുണ്ട്. ബിമൽ ജലാൻ RBI ഗവർണർ ആയിരുന്നു. YV റെഡ്ഡി ആയിരുന്നു. ഓക്കെ, അനൂപ് റോയ് ചൗധരി അല്ലായിരുന്നു. രംഗരാജൻ RBI ഗവർണർ, സുബ്ബറാവു RBI ഗവർണർ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അരൂപ് റോയ് ചൗധരി. അരൂപ് റോയ് ചൗധരിയാണ് എന്ത് RBIയുടെ ഗവർണർ അല്ലാത്തത്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ കാലഘട്ടം നോക്കാം. ബിമൽ ജലാൻ 97 മുതൽ 2003 വരെ ബിമൽ ജലാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ YV റെഡ്ഡി 2003 മുതൽ 2008 വരെ ആയിരുന്നു. അരൂപ് റോയ് ചൗധരി നമുക്ക് ആവശ്യമില്ല, കാരണം അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ അല്ലായിരുന്നു. അടുത്ത C രംഗരാജൻ 92 മുതൽ 97 വരെ ആരായിരുന്നു? രംഗരാജൻ. അപ്പൊ രംഗരാജൻ വന്നു. രംഗരാജന് ശേഷം ബിമൽ ജലാൻ വരുന്നു. ബിമൽ ജലാന് ശേഷം ആര് വരുന്നു? YV റെഡ്ഡി വരുന്നു. YV റെഡ്ഡിക്ക് ശേഷം D സുബ്ബറാവു വരുന്നു. 2008 മുതൽ 2013 വരെ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്. അല്ലാത്ത ആളാണ് അരൂപ് റോയ് ചൗധരി. RBI ഗവർണർ അല്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത നോക്കാം. ഇനി പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രീതി അല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. റിസർവ് ബാങ്ക് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി അല്ലാത്തത് വരുമാന രീതി, മൂല്യവർദ്ധന നീതി, ചെലവ് നീതി, കയറ്റുമതി ഇറക്കുമതി നീതി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. കയറ്റുമതി ഇറക്കുമതി രീതി എന്ന് പറഞ്ഞൊരു രീതി ഇല്ല. പകരം വരുമാന രീതി, നമ്മളതിനെ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, മൂല്യവർദ്ധന നീതി വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡാണ്. ഇൻകം മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. വരുമാന രീതി, മൂല്യവർദ്ധന നീതി, ചെലവ് നീതി. ഇങ്ങനെ 3 തരത്തിലുള്ള രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓക്കെ, ഇത് ഇല്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ആൻസർ എഴുതാം. വൺ വേർഡ് ആൻസർ സിമ്പിൾ. അടുത്ത ചോദ്യം, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, SLR എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നമ്മളുടെ എക്കണോമിയില്, ഇന്ത്യൻ എക്കണോമിയില് പണപ്പെരുപ്പം ഉണ്ടായാലോ പണച്ചുരുക്കം ഉണ്ടായാലോ അതിനൊന്ന് ബാലൻസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോവാ എന്നുള്ള ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ചില ടൂൾസുകളാണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തിലെ SLRനെ കുറിച്ച് നമുക്ക് നോക്കാം. SLR കാണുന്നതിന് വാണിജ്യ ബാങ്കുകൾക്ക് പണം മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അടുത്ത SLR ബാങ്കുകൾ സ്വയം പരിപാലിക്കുന്നു. ഓക്കെ, സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ പണം പമ്പ് ചെയ്യുന്നതിനുള്ള ബാങ്കുകളുടെ ലിവറേജ് SLR നിയന്ത്രിക്കുന്നു. മുകളിൽ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, SLR എന്താ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. SLR നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയാം. SLRന്റെ ഫുൾ ഫോം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ രാജ്യത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഒരു RBI ഉണ്ട്, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും. ഓക്കെ, അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് ആ പൈസയുടെ അളവ് നമ്മുടെ ഇക്കണോമിയിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിനോട് പറയും, നിങ്ങളുടെ ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ അതിന്റെ ഒരു നിശ്ചിത ശതമാനം തുക, ഓക്കെ, എമൗണ്ട്, അത് ക്യാഷോ ഗോൾഡോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ആയിട്ടോ ആ ഒരു പെർസെൻറ്റേജ് നിങ്ങളുടെ ബാങ്കിൽ തന്നെ സൂക്ഷിക്കാൻ പറയും. ഇതാണ് SLR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, SLR കാണുന്നതിന് വാണിജ്യ ബാങ്കുകൾക്ക് പണം മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അല്ല, SLR ഗോൾഡ് ആകാം, സെക്യൂരിറ്റീസ് ആകാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവനകൾ തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തത്, SLR ബാങ്കുകൾ സ്വയം പരിപാലിക്കുന്നു. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു, കൊമേഴ്ഷ്യൽ ബാങ്കിൽ സൂക്ഷിക്കാനാണ് റിസർവ് ബാങ്ക് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം SLR ബാങ്കുകളിൽ സ്വയം പരിപാലിക്കുന്നത് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ് ശരിയാണ്. മൂന്നാമത്തത്, സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ പണം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ല. എന്തിനു വേണ്ടിയിട്ടാണ് SLR കൂടുതൽ സൂക്ഷിക്കാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് വരുന്ന തുക മുഴുവൻ ബാങ്കിൽ സൂക്ഷിക്കുക, അത് പുറത്ത് സർക്കുലേറ്റ് ചെയ്യരുത്. കാരണം
അവിടെ പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഇക്കണോമിയിലെ പണത്തെ പിൻവലിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് അപ്പം പണത്തിന്റെ ലിവറേജ് കൂട്ടുന്നില്ല, പണം കൂടുതൽ പമ്പ് ചെയ്യുന്നില്ല, SLR വഴി പണത്തിന്റെ അളവ് കുറയ്ക്കുക ചെയ്യുന്നു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സെന്റൻസ് തെറ്റാണ്. അപ്പൊ നമുക്ക് ആകെ ശരിയായിട്ടുള്ളത് രണ്ടാമത്തത് മാത്രമാണ്. അപ്പൊ രണ്ടാമത്തെ മാത്രം എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ SLR നമുക്ക് മനസ്സിലായി. SLR കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് സൂക്ഷിക്കുന്നത്. പണം മാത്രമല്ല, അത് ഗോൾഡ് ആകാം, സെക്യൂരിറ്റി ആകാം. പിന്നെ SLR ഉയർത്തുന്നത് അല്ലെങ്കിൽ SLR എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇക്കണോമിയിലെ പണം പെരുകുന്നതനുസരിച്ച് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ്. ഓക്കെ, ഓർത്ത് വെച്ചോളുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും മികച്ച അളവുകോൽ ഏതാണ്? അത് GNP ആണ് കേട്ടോ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അതായത് ശരിക്കും GDP ഉണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഗ്രോത്തിനെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിൽ എന്ന് പറയുന്നത് GNP ആണ്. ഓർത്ത് വെച്ചോളൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ നമുക്ക് അല്ലാതെ ഒന്ന് ക്രമപ്പെടുത്തി നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CSO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ABCD എന്ന് പറയുന്നത് ചില ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബോർഡ് ആണ്. നമുക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആ ബോർഡുകൾ ചെയ്യുന്ന ധർമ്മങ്ങൾ. അപ്പൊ ഇവിടെ CSO എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എന്താണ്? നമ്മൾ പഠിച്ച കാര്യമാണ്. ദേശീയ വരുമാനം കണക്ക് കൂട്ടുക. ദേശീയ വരുമാനം കണക്ക് കൂട്ടാനുള്ള സ്ഥാപനമാണ് CSO. നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് CSOയുടെ ലക്ഷ്യം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ വെച്ച് നമുക്ക് പറയാമല്ലോ. അപ്പം ഒന്നാമത്തത് എയുടെ ഓപ്ഷൻ കണക്ട് ചെയ്യുന്നത് A എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യുന്നത്? 2 ആണ്, A2 ആണ്. അടുത്തത് B നോക്കാം. ദേശീയ വികസന കൗൺസിൽ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ രൂപം കൊടുക്കുക എന്നുള്ളതാണ്. B3 നമ്മളും പഠിച്ചാണ് അല്ലെ. പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്ന ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതി പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ. NDC എന്ത് ചെയ്യുന്നു? അപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അത് ഓർത്ത്. പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതി പ്രിപ്പയർ ചെയ്യുന്നു, NDC അത് അപ്രൂവ് ചെയ്യുന്നു. അപ്പൊ ദേശീയ വികസന കൗൺസിൽ. അടുത്ത ആസൂത്രണ ബോർഡുകൾ. എന്താണ് ആസൂത്രണ ബോർഡിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആസൂത്രണത്തിന്റെ വികേന്ദ്രീകരണം. അപ്പം C1 ആണ്. അടുത്ത നമുക്ക് D നോക്കാം. D എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മം എന്താണ്? ക്രെഡിറ്റ് സൃഷ്ടിക്കൽ അല്ലെ. ക്രെഡിറ്റ് സൃഷ്ടിക്കലാണ് ധർമ്മം. അപ്പൊ A2, B3, C1, D4 ഇത്രയാണ് അതിന്റെ ആൻസർ. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഇതിന്റെ നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമന്റുകൾ, ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത പാർട്ട് 2 വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ LDCയുടെ പരീക്ഷകൾ വരുന്നുണ്ട്, മറ്റ് ഹൈക്കോർട്ടേഴ്സിന്റെ പോലുള്ള പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പൊ ഈ പരീക്ഷകൾക്കെല്ലാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഉണ്ട്, നന്നായിട്ട് പഠിക്കുക. നമ്മളുടെ വീഡിയോ പ്രയോജനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.